വാടക, പാല്, പച്ചക്കറി, കറണ്ട് ബില്ല്. അപ്പാ ദാ കഴിഞ്ഞ മാസത്തെ എന്റെ ശമ്പളം. ഇവിടെ ആരും ഇല്ല എനിക്കൊരു ചായ ഇട്ട് തരാൻ. അപ്പനല്ലാതെ വേറെ ആരാ ഇവിടെ ചായ ഇടാൻ? നിന്നെ ആ ചവിറ്റുകൊട്ടയിൽ നിന്ന് പട്ടിക്കുട്ടിയെ എടുത്ത് വളർത്താഞ്ഞെന്റെ ദണ്ണമാണെങ്കിൽ താല്പര്യമില്ല. പിന്നെ അന്ന് ആ പട്ടിക്കുട്ടിയെ അപ്പൻ എടുത്തിരുന്നെങ്കിൽ അത് വളർന്ന് ചത്ത് പിന്നെയും ജനിച്ചു വളർന്ന് ഇപ്പോൾ അപ്പനൊരു ചായ ഇട്ട് തരാന്ന് വെച്ചാലും നടക്കില്ല. അതുകൊണ്ട് കേൾക്കാൻ സുഖമുള്ള വേറെ എന്തെങ്കിലും പറ, കേൾക്കാം. പിഴച്ചുപോയി, ചെക്കൻ പിഴച്ചുപോയി. അതെങ്ങനാ അവളുടെ കൂടെയല്ലേ കറക്കം? മൂപ്പലാനെ എന്റെ വായിൽ നിന്നൊന്നും കേൾക്കണ്ടെങ്കിൽ മിണ്ടാതിരുന്നോ? അതെന്തോടാ മിന്നല് പോലെ വന്നു പോയെ? അത് ചേച്ചി. അയ്യോ, അവളെ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടായിരുന്നു. എന്റെ അപ്പാ 4 ചുവര്, അതിനുള്ളിൽ 3-4 ഭിത്തി, അതാണ് ഈ വീട്. അടുക്കളയിൽ നിന്ന് പറയുന്നത് പോലും മുറ്റത്തു നിന്ന് കേൾക്കാം. അല്ല, അപ്പം കേൾക്കാൻ വേണ്ടി തന്നെയല്ലേ പറഞ്ഞത്? ആണല്ലോ. അപ്പാ ഒരു മനസ്സുഖം. സാധാരണ ഇന്ന് 1000 രൂപ കുറവുണ്ടല്ലോ. എന്താ അപ്പാ 1000 രൂപയല്ലേ? അതെ, 1000 രൂപ. മനുഷ്യനോട് രണ്ടറ്റം കൂട്ടിമുടിക്കാൻ പാടുപെടുമ്പോഴാ അവന്റെ ഊറ്റര് 1000. അപ്പം ദുഷ്ടനാ. ആടാ, ഈ ദുഷ്ടൻ തന്നെ ഇത്രയും തടിമാടനാക്കിയില്ലേ? എനിക്ക് തടിയൊന്നുമില്ല. ചായ? യോ, വെളിയിലിറങ്ങി നോക്കട ചെക്ക, കാക്ക വല്ല മലർന്നു പറക്കുന്നോന്ന്. ഇത് വെള്ളമല്ലേ? ചായയാണെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ചൂടുവെള്ളം. കുറെ നേരമായിട്ട് അലക്കുവല്ലേ, തൊണ്ടയ്ക്കൊരു ആശ്വാസം കിട്ടട്ടെ. ഇത്രയൊക്കെ കരുതലുണ്ടായിരുന്നല്ലേ? അപ്പ പുറത്ത് കാക്കയൊന്നുമില്ല. അല്ല അപ്പ കാക്ക അങ്ങനെ മലർന്നു പറക്കോ? ഞാൻ കണ്ടിട്ടില്ല. അയ്യോ, എന്റെ പൊന്നുമോൻ ഇവിടെ വന്ന് ഇരിക്കേ. ഇതും പിടിക്കും. ഇതെന്താ? ഇതുവരെ ഞാൻ വാങ്ങിയിട്ടുള്ള ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം. അടുത്ത മാസം തൊട്ട് കൃത്യമായി ഞാൻ എന്റെ വിഹിതവും ശമ്പളം കിട്ടുമ്പോൾ തരാം. ഞാൻ നിന്നോട് ചോദിച്ചോ? ചോദിപ്പിക്കാതെ തന്നെ തരണമെന്ന് തോന്നി. പെണ്ണെ കൊണ്ടുപോയേ. അങ്ങനെ പെണ്ണുങ്ങളുടെ കാശ് വാങ്ങിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ഗതികേടൊന്നും എനിക്കില്ല. കൊള്ളാലോ മൂപ്പലെ, പെണ്ണ് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന കാശിൽ നിന്ന് ജീവിക്കാൻ അപമാനം അല്ലേ? ടിപ്പിക്കൽ മെയിൽ ഷോവിനിസ്റ്റ്. പെണ്ണെ, നിന്നെ ഞാനുണ്ടല്ലോ. ഞാൻ കാണുന്ന പോലെയല്ല, ചെറ്റയാ, വെറും ചെറ്റ. മുഖത്ത് നോക്കി ഇംഗ്ലീഷ് ചീത്ത വിളിക്കുന്നോ? ധൈര്യം ഉണ്ടെങ്കിൽ മലയാളത്തിൽ വിളിക്കടി. മെയിൽ ഷോവിനിസ്റ്റ് എന്ന് വെച്ചാൽ പുരുഷ മേധാവിത്വവാദി, അല്ലാതെ ചീത്തയൊന്നും അല്ല. അത് പിന്നെ എനിക്കറിയില്ലയോ നീ അങ്ങനെ ചീത്തയൊന്നും വിളിക്കില്ലെന്ന്. നിന്നെ കണ്ടാലേ അറിയാം നല്ല കുടുംബത്തിൽ പിറന്നയാണെന്ന്. വരവ് വെച്ചിരിക്കുന്നു. പെൺകൊച്ചെ, കാശ് കൊണ്ടുകൂടി. എനിക്ക് വേണ്ട. മൂപ്പരാന് വേണ്ടെങ്കിൽ കാറ്റത്ത് പറത്തി കളഞ്ഞേരെ. അഹങ്കാരി. പൈസ എങ്ങതാടാ? ചേച്ചിയുടെ പൈസ അപ്പന് വേണ്ടാന്നല്ലേ പറഞ്ഞത്? പകരം ഞാൻ എടുത്തോളാം. അയ്യോ, എന്റെ കൊച്ച അത്ര വലിയ സാഹസമൊന്നും ചെയ്യാൻ നിൽക്കല്ലേ. അപ്പന് പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പലതും പറയും. പോടാ എണീറ്റ്. ഹലോ, ആദ്യം മുഖ്യ 1000 രൂപ വെച്ചിട്ട്. ഇപ്പോൾ എനിക്ക് ഉറപ്പായി അപ്പൻ എന്നെ എടുത്തു വളർത്തിയതാണെന്ന്. അതിന് നിനക്ക് യാതൊരു സംശയവും വേണ്ട. കാശ് വെക്കണം ആക്രി. 1000 വാടാ ഇങ്ങോട്ട്. ഇവളെന്താ മിന്നൽ മുരളിയോ? അതെ, ആ ബാങ്കിൽ ഇനിയും കാശുണ്ടോ? ഉയ്, എന്താടാ ഒന്നും മിണ്ടാത്തത്? നിന്റെ അപ്പൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് കൊണ്ടാണോ? അല്ല, ചേച്ചി എന്തിനാ 1000 രൂപ കൊടുത്തത്? രണ്ടും കൂടെ 1000 രൂപയ്ക്ക് കടിപിടി കൂട്ടണ്ടെന്ന് വെച്ചങ്ങ് തന്നതാ. ചേച്ചിയുടെ പൈസ വാങ്ങണമെന്ന് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളതുപോലെ എനിക്കും ഉണ്ട് ആഗ്രഹം. ഞാൻ ഞങ്ങൾക്കൊരു അന്യാവരുതെന്ന്. അതോ ഇനി ആണോ? അല്ല. അപ്പോൾ ഞാനും ചിലവിനുള്ള കാശ് പങ്കിടണം. അപ്പോൾ എന്റെ 1000 അത് ഞാൻ ശരിക്കും വലിക്കാൻ നോക്കിയതല്ലേ? ചേച്ചി കയറി കൊടുത്തു കളഞ്ഞില്ലേ? ഇനി ഞാൻ ആ 1000 രൂപ ചേച്ചിക്ക് തിരിച്ചു തരണ്ടേ? വേണ്ട. അതെന്താ? വേണ്ടെന്നേ. അതെങ്ങനെ ശരിയാകും? തൽക്കാലം അതേ ശരിയാകൂ. ഒന്നുമില്ലെങ്കിൽ ഈ 1000 രൂപ ചോദിച്ച് എനിക്ക് നിന്റെ പിന്നാലെ നടക്കാലോ. എന്നാൽ ഞാൻ 1000 രൂപ ചേച്ചിക്ക് തരുന്നതേ ഇല്ല. ഞാൻ എവിടെ പോയാലും ഈ 1000 രൂപയ്ക്ക് വേണ്ടി ചേച്ചി എന്റെ പുറകെ വരുമല്ലോ. அடிநெஞ்சு அனலாகவே தீ அள்ளி ஊத்துற நூலேதும் இல்லாமலே உசிராய கோக்குற என்னை ஏனடி வதம் செய்கிறாய், என்னை நாடிடும் உடல் வைக்கிறாய், கடவாயிலே என்னை மேய்கிறாய், கஞ்சாடையில் என்னை கொள்கிறாய். யாத்தே யாத்தே
അഴകാല് പുരിയാമ തരമേല നിക്കാമ തടുമാറിപ്പോനേനെ നാനേ നാനേ. അപ്പോൾ ഇതാണ് എന്നെ കൂട്ടാതെ രണ്ടിന്റെയും പരിപാടി. കുരുത്തം കെട്ട നിങ്ങള് ഏതു നേരവും നിന്റെയൊക്കെ വായന ഓരോന്ന് കുഴച്ചു കയറ്റി തന്ന എന്നെ കളിപ്പിച്ചിട്ട് ഒളിച്ചു വന്ന് കഴിക്കുവല്ലേ? അപ്പ അത് ഇതാദ്യമായിട്ടാ വിശന്നപ്പോൾ. എടാ നീയല്ല, ഞാനാ അപ്പൻ. മേലെ ഇറക്കല്ലേ. കുറെ നാളായിട്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ നിന്റെയൊക്കെ റൂട്ട് പിടികിട്ടാഞ്ഞിട്ടാ ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു ഊഹത്തിന് ഈ റൂട്ട് പിടിച്ചതാ. എന്തായാലും 2 പൂച്ചകളെ തൊണ്ടി മുതലോടെ തന്നെ പൊക്കാൻ പറ്റി. അതുകൊണ്ട് അവാർഡ് വല്ലതും വേണോ? എന്ത് നല്ല കൊച്ചായിരുന്നു. അവനെ നശിപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായോടി? ആയി. ഇനി നിങ്ങളെ നശിപ്പിക്കും. എന്തേ? അയ്യേ പെണ്ണെ, എന്നെ അതിനൊന്നും കിട്ടില്ല. ഞാൻ എന്റെ ഭാര്യയോട് അങ്ങേയറ്റം വിശ്വസ്തനാണ്. അയ്യടാ. അപ്പാ നാട്ടുകാര് നോക്കുന്നു. എന്നാ മര്യാദയ്ക്ക് നീയൊക്കെ കഴിക്കുന്നത് എനിക്കും കൂടെ പറ. ഭയ്യ, അങ്ങനെ എന്റെ മോനെ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കാമെന്ന് വിചാരിക്കണ്ടടി. എന്റെ 2 കണ്ണുകൾ എന്നും നിന്റെ പുറകെ കാണും. പോകളവാ. എന്താടാ, എന്തു പറ്റി? ഇന്ന് ഡാൻസ് കളിക്കാൻ നിന്നില്ല, ഒന്നും കഴിക്കാൻ നിന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല. എന്നത്തെയും പോലെ ഒരു ഉത്സാഹവും ഇല്ല. എന്തു പറ്റി? ചേച്ചി എന്നെ മിസ് ചെയ്യോ? മിസ് ചെയ്യാൻ നീ എവിടെ പോകുന്നു? 1 വർഷത്തിൽ കൂടുതൽ ഞങ്ങൾ ഒരു നാട്ടിൽ നിൽക്കാറില്ല. മനസ്സിലായില്ല. എന്റെ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇന്നേ വരെ 1 വർഷത്തിന്മേൽ ഒരു നാട്ടിലും ഞങ്ങൾ നിന്നിട്ടില്ല. ഇവിടെ വന്നിട്ട് 1 വർഷമാകുന്നില്ലേ. ഉടനെ ഇവിടെ വിടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയാൽ ചേച്ചി. നീ അപ്പോൾ ഏതുവരെ പഠിച്ചു? +2. പിന്നെ എനിക്ക് പഠിക്കാൻ താല്പര്യം തോന്നിയില്ല. അപ്പനോട്ട് നിർബന്ധിച്ചതുമില്ല. അന്ന് തൊട്ട് തുടങ്ങിയ ഊരുതണ്ടല. എന്തിനാ ഇങ്ങനെയൊക്കെയെന്ന് ഞാനും ചോദിച്ചിട്ടില്ല, അപ്പനും പറഞ്ഞിട്ടില്ല. പക്ഷേ പോകുന്നതിനെ പറ്റിയൊന്നും നിന്റെ അപ്പൻ ഇതുവരെയും സംസാരിച്ചില്ലല്ലോ. അത് വലിയ സംസാരമൊന്നും ഉണ്ടാകില്ല. അപ്പനൊരു സ്ഥലം മനസ്സിൽ വന്നാൽ എല്ലായിടത്തോളം പറയും, ഇറങ്ങും. 1 വർഷം ആവാറായ സ്ഥിതിക്ക് എപ്പോൾ വേണമെങ്കിലും അപ്പൻ എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങാൻ പറയും. അങ്ങനെ പറഞ്ഞാൽ ചേച്ചിയെ വിട്ട് പോകണ്ടേ? അത് ഓർത്തപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നീ വേഗം നടക്ക്. മഴയ്ക്കാണെന്ന് തോന്നുന്നു. മഴയ്ക്ക് മുന്നേ വീട്ടിൽ കയറണം. എല്ലാം എടുത്ത് പറക്കി തുടങ്ങിക്കോ. എന്തിനാ? അത് കൊച്ചിൻ, ഞാൻ നിന്നോട് പറയാൻ വരുമായിരുന്നു. ഞങ്ങൾ ഈ ആഴ്ച അവസാനം ഇവിടുന്ന് പോകും. അതെന്താ? എങ്ങും സ്ഥിരമായി ഞങ്ങൾ നിൽക്കാറില്ല. പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി മാറിക്കൊണ്ടേയിരിക്കും. ഇവിടം വിടാനുള്ള നേരമായി. എന്നാ പോകുന്നേന്ന് തീരുമാനിച്ചോ? 2-3 ദിവസത്തിനകം. അപ്പോൾ ജോലി ചെയ്യുന്നിടത്തൊക്കെ പറഞ്ഞോ? ഇല്ല, നാളെ പറയണം. നീയും നാളെ എല്ലായിടത്തും പറഞ്ഞ് മറ്റന്നാൾ കൊണ്ട് പോക്ക് നിർത്തിക്കോ. എന്നിട്ട് എല്ലാം പതുക്കെ പറക്കി അടുക്കിക്കോ. ശനിയാഴ്ച തന്നെ ഇറങ്ങാം. നീ കേൾക്കുന്നുണ്ടോ? ആ. കൊച്ചി ഇവിടെ തന്നെ നിൽക്കുവാണോ അതോ അല്ല വീടിന്റെ ഉടമസ്ഥനോട് വീട് മാറുവാണെന്ന് പറയണോ വേണ്ടയോ എന്നറിയാനാ. കൊച്ചിവിടെ തുടരുവാണേൽ പറയണ്ടല്ലോ. പുള്ളിയോട് വീടൊഴിയാണെന്ന് പറഞ്ഞോ? ഞാൻ കുറച്ചുകൂടെ ടൗൺ ഏരിയയിലേക്ക് മാറാം. എവിടെ പോണു ഇത് കഴിക്കാതെ? ബാക്കി അപ്പം കഴിച്ചോ, എനിക്ക് വിശപ്പില്ല. കൊച്ചെ, പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. പിന്നെ എവിടോട്ടെങ്കിലും ആക്കണമെങ്കിൽ
ആക്കാം. ഉം. എനിക്കും മതി. ഞാൻ കിടക്കാൻ പോണേ. അച്ഛാ, ഇനി എന്താ? ഒറ്റയ്ക്കാവുക ഞാൻ വീണ്ടും. താക്കോൽ ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. ആശാൻ ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോകുമോ? ഇല്ല. എന്നാൽ പിന്നെ മുന്നേ പറഞ്ഞത് പിൻവലിച്ചോ? ഇനി നമ്മൾ കാണില്ല. അയ്യോ, ഞാനൊരു ഭംഗിവാക്ക് പറഞ്ഞതാ. ആണോ? എന്നാ അത് പറയണ്ടേ? എന്നാ ഞാനങ്ങോട്ട് വേഗം ഇറങ്ങിക്കോ, നല്ല മഴ വരുന്നുണ്ട്. മോനെ. ചേച്ചി. ആ ശരി ശരി. അപ്പ നീ മുന്നേ നടന്നോ. കൊച്ചെ, എവിടേക്കെങ്കിലും ആക്കണോ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പൈസ വല്ലതും? എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. അതെ, എല്ലാം എടുത്തായിരുന്നല്ലോ അല്ലേ? അപ്പ നടക്ക. നിങ്ങൾക്ക് എന്നെയും കൂടെ കൊണ്ടുപോക്കൂടെ? നിന്നോട് ആരെങ്കിലും കൂടെ വരണ്ടെന്ന് പറഞ്ഞോ? എന്നെ വിളിച്ചില്ലല്ലോ. ഞങ്ങളെ വിളിച്ചിട്ടാണോടി നീ അന്ന് ഞങ്ങളുടെ കൂടെ വന്നത്? നിന്റെ ഇഷ്ടമല്ലായിരുന്നോ? ഇന്ന് നിന്റെ ഇഷ്ടം ഞങ്ങളോടൊപ്പം വരാനാണോ അല്ലയോ എന്ന് ഞങ്ങൾ എങ്ങനെ അറിയാനാ? അതിലിത്ര അറിയാൻ എന്താ ഇരിക്കുന്നേ? നിങ്ങളോടൊപ്പം നിൽക്കാനല്ല ഇഷ്ടമെങ്കിൽ എനിക്ക് എന്നേ നിങ്ങളെ വിട്ട് പോകാമായിരുന്നു. ഇത്രയും നാൾ ഒപ്പം കൂടിയിട്ട് പെട്ടെന്നൊരു ദിവസം പറയുക എങ്ങോ പോകുവാന്ന്. അപ്പോൾ ഞാനോ? കൂടെ വന്നോണം എന്ന് പറയാനുള്ള അവകാശം നീ എനിക്ക് തന്നിട്ടുണ്ടോ? എന്തിനാ തരുന്നേ? എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഓഹോ, ഇപ്പോൾ അങ്ങനെയായോ? എന്നാ പിന്നെ എന്തോന്നാ ഈ നോക്കി നിൽക്കുന്നേ? വായിങ്ങോട്ട് വരാൻ ഇനി ചോദിപ്പ് പറിച്ചിലും ഇല്ല. ഭാര്യ കെട്ടി ഇറങ്ങാൻ പറയുമ്പോൾ കൂടെ പോന്നോണം, ഇഷ്ടമുള്ള കാലത്തോളം. ചേച്ചി, എടോ, സത്യം പറഞ്ഞാൽ തന്നേക്കാൾ കേൾക്കുന്ന ഞാനാ ഇപ്പോൾ തന്റെ കഥയിൽ ജീവിക്കുന്നത്. എന്നിട്ട് ബാക്കി പറ. എന്താ ഒരു ആവേശം? പിന്നെ ഉണ്ടാകാതിരിക്കോ? അങ്ങനെ നിങ്ങൾ ആ സ്ഥലം വിട്ടു. ബാക്കി പറ. പിന്നെ എങ്ങോട്ടാ പോയെ? ഹൈദരാബാദ്.